Hi and welcome to Vadiyar Academy. Vadiyar Academy Strength of Materials മറ്റൊരു ലെക്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So welcome back. So നമ്മൾ ഓൾറെഡി കഴിഞ്ഞ രണ്ട് ലെക്ചർ വീഡിയോയിൽ നമ്മളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെക്ചർ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയാണ്, അത് എന്തൊക്കെയാണ്, അതിന്റെ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിലും അതുപോലെ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിലും കേസിൽ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഡിഫറൻസസ് എങ്ങനെയാണ്, അതുപോലെ ഒരു ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിഫറെന്റ് മെറ്റീരിയൽസ് വരുമ്പോൾ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ലെക്ചർ വീഡിയോ ഇസ് എ കണ്ടിന്യൂഷൻ ടു ദ പ്രീവിയസ് ലെക്ചർ വീഡിയോ. ഇവിടെ ഓരോ ടോപ്പിക് നമ്മൾ എടുത്തിരിക്കുന്നത് ആസ് പെർ ദ സിലബസ് പ്രിസ്ക്രൈബ്ഡ് ബൈ PSC ആണ്. PSC കഴിഞ്ഞ ഇതിന് മുമ്പുണ്ടായിരുന്ന പോളി ലെക്ചർ എക്സാമിന്റെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടോപ്പിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ വെരി നെക്സ്റ്റ് ടോപ്പിക്സ് ആർ ദീസ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോ വി വിൽ ബി ഡിസ്കസിംഗ് ദ ടോപ്പിക്സ് ഹുക്സ് ലോ. ഓക്കെ, സോ വി ഹാവ് ഓൾറെഡി സീൻ വാട്ട് എ ഹുക്സ് ലോ ആൻഡ് ബേസിക് അല്ലെ, എന്താണ് ബേസിക്കലി ഒരു ഹുക്സ് ലോ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഹുക്സ് ലോ and then followed by the application of Hooke's law for an axially loaded bar. Okay, ഒരു axially loaded barൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിലെ സ്ട്രെയിൻ എങ്ങനെ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിന്റെ ഡിഫോർമേഷൻ എങ്ങനെ കണ്ടെത്തുന്ന ഒക്കെയുള്ള കാര്യങ്ങൾ നോക്കും. കണക്റ്റഡ് ആയിട്ട് ചില മെത്തേഡ്സ് ഉണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അത്തരം മെത്തേഡ്സ് നമ്മൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ വരുന്നതാണ് സ്ട്രെസ്സസ് ആക്ടിങ് ഇൻ വാരിയിങ് സെക്ഷൻസ്. ഓക്കെ, സോ ഡിഫറെന്റ് വാരിയിങ് സെക്ഷൻസിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കും. ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ഒരു വാരിയിങ് സെക്ഷൻ, അല്ലെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള വാരിയിങ് സെക്ഷൻ, ഇത്തരം സെക്ഷനിലുള്ള ഇതിന്റെ ഈക്വേഷനിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരും, അത്തരം പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. സിമിലർലി ഫോളോഡ് ബൈ the final topic which is stresses in composite sections. ഓക്കെ, സോ ഈ രണ്ട് ടോപ്പിക്കും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടോപ്പിക് കൂടെ അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ചിലർക്കെങ്കിലും തോന്നാം പ്രിൻസിപ്പിൾ. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇവിടെയുള്ള ചിലർക്കെങ്കിലും തോന്നാം എന്തുകൊണ്ടാണ് ഇത്തരം പ്രോബ്ലം വരുന്ന ഒരു ഏരിയനെ കുറിച്ച് ഒരു PSC എക്സാമിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് തോന്നാം. പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് സിലബസിൽ നമുക്ക് കാണാം സിമ്പിൾ പ്രോബ്ലംസ് ഫ്രം ദീസ് ടോപ്പിക്സ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രോബ്ലംസ്, സിമ്പിൾ ആയിട്ടുള്ള അത്തരം പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്ന് തുടങ്ങാം, വിച്ച് ഈസ് യുവർ ഹുക്സ് ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ അല്ലെ. Simply, let's put it in this way that Hooke's law states that your stress is directly proportional to strain up to the proportionality limit. Let me put it as PL, up to the proportionality limit. Okay, so we can say that your stress number sigma represent here. Stress is directly proportional to strain. Okay, നമുക്കൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരികയാണെങ്കിൽ this relationship will become something as sigma is equal to some Young's modulus into strain എന്ന ഫോമിലേക്ക് വരും. Right, so this is your Hooke's law. Okay, now let us apply this Hooke's law for a simple bar element. Okay, ഒരു bar elementലേക്ക് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ, okay, so for example let us consider a bar element something like this. Okay, ഒരു bar element കേസ് എടുക്കാം, bar. Okay, for a circular bar in the case of your circular bar is something like this. Okay, let us suppose you have a circular bar. Okay, and a load P is acting on the bar. Right, let a load P be acting on the bar, and due to the application of this load P, let the deformation be this one. Okay, let the deformation be some delta L. Okay, now let the length of this bar be L. Okay, and let the cross section area be A, and let E be the Young's modulus of the material. Okay, fine. So in this case we can say that the stress, okay, so stress is equal to Young's modulus into strain ആണ്. അതിൽ തന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ, P by A, external force acting is P
A is the cross section area, P by A is equal to Young's modulus into strain, which is delta L by L, delta L by L. Okay, or we can say that your delta L is equal to PL by AE. So this is the change in length. This is this change in length. Okay, change in length എന്ന് പറയുന്നത് due to the external force P. ഇവിടെ കൊടുക്കുന്ന external force P കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന change in length delta L is equal to PL by A. So this is a very important relationship. Okay, so ഇതൊരു യൂണിഫോം ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ഒരു ബാറിന്റെ കേസാണ്. ഇതിപ്പോ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയാലും if the load is acting along the centroidal axis the same equation satisfies. എന്ന് വെച്ചാൽ ആകെ മാറുന്നത് എന്തായിരിക്കും? ഏരിയ മാറും. കാരണം ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആണെങ്കിൽ ഏരിയയുടെ വാല്യൂ മാത്രമാണ് അവിടെ മാറുക. ഓക്കെ, നൗ ഇഫ് സപ്പോസ് ഇതിപ്പോ ഒരു യൂണിഫോം ബാറാണ് അല്ലെങ്കിൽ ഒരു പ്രിസ്മാറ്റിക് ആയിട്ടുള്ള ബാറാണ്. പ്രിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ത്രൂ ഔട്ട് സെയിം ആയിട്ടുള്ള സെക്ഷൻസിനാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് നമ്മൾ പ്രിസ്മാറ്റിക് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് സപ്പോസ് ഇറ്റ് ഇസ് വാരിയിങ് അല്ലെങ്കിൽ ഒരു ടേപ്പേർഡ് സെക്ഷൻ ആണെങ്കിൽ ഇതിൽ എന്താണ് ചേഞ്ച് വരിക? ഓക്കെ, ടേപ്പേർഡ് സർക്കുലർ ആണെങ്കിൽ എന്താണ് ചേഞ്ച് വരിക? അതുപോലെ തന്നെ ടേപ്പേർഡ് റെക്ടാങ്കുലർ ആണെങ്കിൽ എന്താണ് ചേഞ്ച് വരിക? Let us see that and let us proceed further. So for a circular section, നമ്മുടെ change in deformation is something like this. Delta L is equal to PL by AE, where P is the force acting, L is the length, E is the Young's modulus, and A is the cross section. Okay, so irrespective of the cross section, നമുക്ക് delta L value കാണാം. Right. Now, when it comes to if suppose this യൂണിഫോം പ്രിസ്മാറ്റിക് സെക്ഷന് പകരം ഞാനിവിടെ ഒരു ടേപ്പേർഡ് സെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. Okay, therefore let us go to a new topic, which is your axial deformation for a uniformly varying section. Okay, uniformly varying section. Okay, so uniformly varying section uniformly varying section നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് എടുക്കാം. Okay, ഒന്ന് with circular cross section. Okay, first one with circular cross section ന്റെ കേസ് എടുക്കും. രണ്ടാമത്തേത് rectangular cross section എടുക്കും. Rectangular cross section. Okay, so for circular cross section ഇവിടെ ഇതുപോലെ ഉണ്ടാവും. So this is the top part, is the bottom part. Okay, and this one. Okay, so let this diameter be D1 and let this diameter be D2 and let the length be L. Okay, and the force, same cases continuous and the force P is acting along the centroidal axis. Okay, same case ആണ്. പക്ഷെ ഇവിടെ എന്ത് മാറി? ഇവിടെ അതിന്റെ സെക്ഷൻ യൂണിഫോംലി എന്താണ് uniformly varying section ആണ് അത് with a circular cross section. Okay, so in this case your delta L value is something like this. You will get the delta L value something as delta L is equal to PL. നമുക്ക് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കാം. delta L is equal to the change in deformation due to the load P is equal to delta L is equal to PL by, okay, area നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം, which is equal to pi by 4 into ഇതിന്റെ കേസ് നമുക്കറിയാം pi by 4 into ഇവിടെ എന്ത് വരും? PL by pi by 4 d square into E ആണ്. Right. Similarly നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെങ്ത് ഡെറിവേഷൻ ഉണ്ട്, ബട്ട് ഫ്രം ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡെറിവേഷൻ ഒന്നും കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് റിസൾട്ടിലേക്ക് പോകണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ PL divided by pi by 4 into it is actually the product of D1 into D2 into E ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ റീഅറേഞ്ച് ചെയ്താൽ 4PL divided by pi E D1 D2 എന്ന ഫോമിലേക്ക് വരും. ഓക്കെ, ഇതിപ്പോ രണ്ട് ഡയമീറ്റർ സെയിം ആണെങ്കിൽ രണ്ട് DD ആവും, എന്ന് വെച്ചാൽ ഈ സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. So this is about the circular section. So this is your final result. Okay, so ഇത്തരത്തിൽ ഓർത്തു വെച്ചാൽ എന്ന് ഇത് ഓർത്തു വെക്കാം. Similarly for a rectangular section, your rectangular section will look something like this. Okay, അതുപോലെ ഉണ്ടാവും. Okay, your rectangular section. Okay, so something like this. So this is your rectangular section. So let this length be A. Okay, let this be B. Okay, and let the
thickness of this section be T. Okay, let the thickness of this section be T. Okay, and let the length be L. Okay, and the force P is acting along the centroidal axis. Okay, let the force be P. Okay, so ഇതൊരു കേസ് ആണെങ്കിൽ when it comes to a rectangular cross section നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എക്സാക്ട് ആയിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്. So you have to remember that equation. But length derivation ആണ് followed by you will get this final result. Okay, so this final result is something like this. Your delta L or increase in length delta L is equal to same numerator same തന്നെയാണ് PL divided by E into T, Young's modulus into thickness T into A minus B, എന്ന് വെച്ചാൽ ഈ ലെങ്ത് മൈനസ് സ്മോളർ ലെങ്ത് into ഇവിടെ ഒരു അഡീഷണൽ ഫാക്ടർ വരുന്നത് which is log A divided by B. Okay, so this is the increase in length for a tapered rectangular section. Okay, so ഇതിന്റെ കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് സർക്കുലർ ബാർ ആണെങ്കിൽ ഡയറക്റ്റ് ആണ് PL by AE, where A is pi by 4 d square. Now similarly when it comes to a tapered section the circular cross section ആണെങ്കിൽ you will get the result as same ആണ്. നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം PL divided by pi by 4 d square or d1 d2 into Young's modulus E. At the same time, when the section is rectangular section, your final equation is something like this: PL divided by Young's modulus into thickness T, okay, into A minus B. Okay, A minus B total length ആണ് minus B എടുക്കുക into the thickness T into log A by B. Okay, so this is about the varying cross section, the axial deformation for a varying cross section. Okay, so നമ്മൾ ഇതുവരെ ഒരു സിമ്പിൾ ബാർ എലമെന്റിൽ ഒരു ഫോഴ്സ് P ആക്ട് ചെയ്യുന്ന കേസിൽ അതിന്റെ ഡീഫോർമേഷൻ എങ്ങനെയാണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ അതൊരു ടേപ്പേർഡ് സെക്ഷൻ ആയി കഴിയുമ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ വരുന്ന ഡീഫോർമേഷൻ കണ്ടെത്താനുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. ഇനി ഇത്തരത്തിലുള്ള ബാർസ് കണക്റ്റഡ് ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ഡീഫോർമേഷൻ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് your deformation in a stepped bar. Okay, deformation in stepped bar. Deformation in stepped bar അല്ലെങ്കിൽ connected ആയിട്ടുള്ള bars, stepped bars. Okay, so ഇതിൽ തന്നെ രണ്ട് കേസസ് ആണുള്ളത്. സ്റ്റെപ്ഡ് ബാറിന്റെ കേസിൽ, സിമ്പിൾ സ്റ്റെപ്ഡ് ബാറിന്റെ കേസിൽ രണ്ട് കേസസ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കേസ് 1 ആയിട്ട് ഞാൻ ആദ്യത്തെ ടൈപ്പ് എടുക്കുകയാണ്. ഓക്കെ, കേസ് 1. Okay, so if suppose you have connected bars, something like this. Okay, you have a connected bar. Okay, multiple connected bars, something like this. First one, followed by a second one, followed by a third bar. Okay, and a force which is acting, and a force P is acting at the end. Okay, what a single force മാത്രമേ ഇതിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. Okay, ഇവിടെ മൂന്ന് ബാർ ആണ്. Let this be my first one, second one, and third one. Okay, let the area of cross section of this one be A1, let the area of cross section of this one be A2, and let the area of cross section be A3. Similarly, മൂന്നിന്റെ ലെങ്ത് നമുക്ക് അത്തരത്തിൽ തന്നെ സ്പെസിഫൈ ചെയ്യാം. ഇത് L3, ഇത് L2, and ഇത് L1. Okay, so ഇത്തരത്തിലുള്ള ഒരു ബാർ വന്നു കഴിഞ്ഞാൽ how do we find the total deformation acting on this bar? Okay, so the connected bars ആണ് അല്ലേ. ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഡീഫോർമേഷൻ എങ്ങനെ കണ്ടെത്താം എന്നതാണ് ചോദ്യം. Okay, so ഇവിടെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ സ്ട്രെയിൻ, ഓക്കെ, ദ ടോട്ടൽ സ്ട്രെയിൻ ഓഫ് ദിസ് ബാർ, ദ ടോട്ടൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ട്രെയിൻ ഇൻ ദിസ് ഇൻഡിവിജ്വൽ ബാർ എലമെന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് ഫസ്റ്റ് വൺ പ്ലസ് ഡെൽറ്റ എൽ ഓഫ് സെക്കൻഡ് വൺ പ്ലസ് ഡെൽറ്റ എൽ ഓഫ് തേർഡ് ബാർ എലമെന്റ്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ബാറിന്റെയും ഡീഫോർമേഷൻ കണ്ടെത്താൻ കഴിയുമെങ്കിൽ എനിക്ക് ടോട്ടൽ എന്ന കേസിൽ ടോട്ടൽ ഡീഫോർമേഷൻ കാണുമെങ്കിൽ ഓരോന്നിന്റെയും ഡീഫോർമേഷൻസിനെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇതാണ് എന്റെ ഫസ്റ്റ് കേസ്. സോ ഈ ഒരു കേസിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കാണും. കാരണം എന്താ വെച്ചാൽ ഈ ഫോഴ്സ് P ആക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ബാർ എലമെന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ബാർ എലമെന്റ്. സോ ഇതിന്റെ കേസിൽ the load acting is P. Okay, so obviously the reaction force will also be P. Okay, similarly if I consider the second bar element ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് P ആണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന സെയിം ഫോഴ്സ് P തന്നെയായിരിക്കും ടു ബാലൻസ് ദ ബാർ. Similarly
തേർഡ് കേസ് എടുക്കുമ്പോഴും ഇതേ കാര്യം തന്നെ അവിടെയും ഉണ്ടാവും. തേർഡ് ബാർ എലമെന്റ് എടുത്താൽ again P is the force. ഇതിനെ ഓരോന്നിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവും, സെയിം ഫോഴ്സ് P തന്നെ ആക്ട് ചെയ്യുന്നതാവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, രണ്ട് ഡയറക്ഷനും സെയിം ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് PL by AE എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് വാലിഡ് ആവുന്ന എപ്പോഴാണ്, വെൻ ഫോഴ്സ് റിയാക്ഷൻ ഫോഴ്സസ് ഓക്കെ രണ്ട് ഫോഴ്സും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയൂ. ഓക്കെ, സോ വിത്ത് ദിസ് ലെറ്റ് us move on to the case 2. സോ ഇത്തരത്തിലൊരു കേസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഒരു സിംഗിൾ ലോഡ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ദ സെക്ഷൻസ് P തന്നെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ your delta L total is delta L1 plus delta L2 plus delta L3 where delta L1 എന്ന് പറയുന്നത് P1 L1 by A1 E1 ആണ്. ഓക്കെ, ഇവിടെ ആകെ മാറുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ മാത്രമാണ്. ഇനി ഇഫ് സപ്പോസ് മെറ്റീരിയൽ ഡിഫറെന്റ് ആണെങ്കിൽ എന്തായി, യങ്സ് മോഡൽസും കൂടെ മാറും. ഇത് മാത്രമേ ഇവിടെ മാറ്റങ്ങൾ വരാനുള്ളൂ. ഓക്കെ, ത്രൂ ഔട്ട് ദ ലോഡ് ഈസ് P. ഓക്കെ, ലെങ്ത്തും അതിനനുസരിച്ച് മാറും. ലെങ്ത്തും A1 മാറും. യങ്സ് മോഡൽസ് ഡിപെൻഡിംഗ് അപ്പോൺ ദ മെറ്റീരിയൽ യങ്സ് മോഡൽസ് മാറും. ബട്ട് യുവർ ഫോഴ്സ് P ത്രൂ ഔട്ട് ഓരോ സെക്ഷനും ഫോഴ്സ് P തന്നെ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസ് 2ലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് കേസ് 2ൽ എന്തായിരിക്കും ഡിഫറൻസ് എന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ കേസ് 2ന്റെ കേസിൽ യു വിൽ ഹാവ് മൾട്ടിപ്പിൾ ലോഡ്സ്. ഓക്കെ, വിത്ത് സ്റ്റെപ്ഡ് ബാർ വിത്ത് മൾട്ടിപ്പിൾ ലോഡ്സ് കണ്ടീഷൻ ആയിരിക്കും വരും അല്ലെ. സ്റ്റെപ്ഡ് ബാർ വിത്ത് മൾട്ടിപ്പിൾ ലോഡ്സ് acting at different points. Okay, so ആ ഒരു കേസ് എങ്ങനെ വരുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So for example, okay, first bar, second bar and a third bar. Okay, so ഇവിടെ ഞാൻ ന്യൂമറിക്കൽ വാല്യൂസ് യൂസ് ചെയ്യാണ്. നമ്മുടെ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. Okay, and suppose there are multiple loads acting at different points. For example, let the load acting at this point be some 500 Newton. Okay, similarly at this point some force acting is 200 Newton. Okay, and again one more force is acting at this point which is 100 Newton. Okay, so അങ്ങനെയാണെങ്കിൽ so ഈ ഒരു കേസിൽ you are asked to find out the total deformation of this bar element. Okay, so here ഇതാണ് the first bar, ഇത് second ആണ്, ഇത് third ആണ്. Okay, so നമ്മൾ പറയുന്നത് find the total deformation acting on this bar element. Okay, so ഇതാണ് ഒരു സെക്കൻഡ് കേസ്. അപ്പോൾ ഇവിടെ ഒരു ലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടത്തെ സമയത്ത് എന്തായി, മൾട്ടിപ്പിൾ ലോഡിംഗ് കണ്ടീഷൻസ് ആണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. Okay, so to solve this one there are two things that you should keep in mind. Okay, the first thing is that the forces should be balanced. Okay, so ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളത് ഇവിടെ ഈ ലാസ്റ്റ് റിയാക്ഷൻ ഫോഴ്സ് ആണ്. Okay, and the reaction force should be given in such a way that the total forces are balanced. Okay, എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് should be balanced by the forces acting in the leftward direction. Okay, so നമുക്ക് ആദ്യത്തെ ഇതിന്റെ ഒരു ഇനീഷ്യൽ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. So here so to പ്രോബ്ലത്തിലൂടെ തന്നെ നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവും. Okay, so here so first let us balance the forces. Okay, the forces acting in rightward forces should be balanced by leftward forces. Okay, now at the step. Okay, first step. Okay, so rightward forces okay on the 500 Newton ആണ്, പിന്നെ 100 Newton ആണ്. Okay, so 500 plus 100 is acting in right direction. Left direction ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ്, ഒരു 200 ഉണ്ട്. 200 plus some reaction at this point. Let this be R. Okay, plus some reaction R. Okay, so to balance this force, this is a fixed structure ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഒരു fixed reaction should be, the total forces should be balanced. അല്ലേ? So അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ your reaction force R will be equal to എത്രയായിരിക്കും, 600 minus 200 which is 400 Newton. Okay, so with this the forces of this structure is balanced. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈച്ച് ഓരോ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്യും. കാരണം നമ്മൾ ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആവുന്ന എപ്പോഴാണ്, when both the sides are subject to the same loading condition. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്തരം ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ പോവാം. ഓക്കെ, സോ ലെറ്റ് us continue with the problem. So we have found the reaction, right? So total forces എല്ലാം കിട്ടി. So ഇതൊരു സ്റ്റാറ്റിക് കേസ് ആയിട്ട് പറയും. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ കേസ് ബൈ കേസ് ആയിട്ട്
ഫസ്റ്റ് പാർട്ട് അതിലെ ഫോഴ്സ് ബാലൻസ് ചെയ്യണം, സെക്കൻഡ് പാർട്ടിലെ ഫോഴ്സ് ബാലൻസ് ചെയ്യണം, തേർഡ് പാർട്ടിലെ ഫോഴ്സും ബാലൻസ് ചെയ്യണം. അതിനുശേഷം യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദ ടോട്ടൽ ഡീഫോർമേഷൻ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് പാർട്ട് നിന്ന് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ബാർ. ഓക്കെ, സോ ഫസ്റ്റ് ബാറിന്റെ കേസിൽ യെസ് ദ ഫോഴ്സസ് ആക്ടിങ് ഈസ് 500 ന്യൂട്ടൺ. രണ്ട് ഡയറക്ഷനിലും 500 ന്യൂട്ടൺ ഇസ് ദ ഫോഴ്സ് ആക്ടിങ്. സീ ഇവിടെ ഈ എൻഡിൽ 500 ന്യൂട്ടൺ ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ടു ബാലൻസ് ദാറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലും 500 ന്യൂട്ടൺ തന്നെ ഉണ്ടാവണം. ഓക്കെ, സോ ഫസ്റ്റ് കേസ് അത് ആ രീതിയിൽ തന്നെ ചെയ്യാം. എൻഡ് പോയിന്റിൽ എന്താണോ ഫോഴ്സ് അത് തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിൽ അതിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് കേസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് വരാം. സോ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ബാർ എലമെന്റ് ഇതാണ്. റൈറ്റ്, സോ ഹിയർ ആക്ച്വലി സ്പീക്കിംഗ് ഇവിടെ വേണ്ടത്തിനാണ് 200 ന്യൂട്ടൺ ആണ് ഈ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെ. സോ ഈ ഒരു സർഫസ് നമ്മൾ നോക്കിയാൽ ആക്ച്വലി അവിടെ ആക്ട് ചെയ്യുന്നത് 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ഓൾറെഡി എന്ത് ചെയ്തു? ഞാൻ ഇവിടെ 500 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു അല്ലെ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 200 ന്യൂട്ടൺ അല്ലെ. അപ്പൊ എന്തായിരിക്കണം? എനിക്കിവിടെ പക്ഷെ 200 വേണ്ടു, 500 അപ്ലൈ ചെയ്തു, 200 വേണ്ടുള്ളൂ. അപ്പൊ എന്താണ്? സോ ഐ ഹാവ് ടു അപ്ലൈ എന്ത് വേണം? ടു ബാലൻസ് ദിസ് വൺ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഐ നീഡ് ടു അപ്ലൈ 300 ന്യൂട്ടൺ അല്ലെ. 300 ന്യൂട്ടൺ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തായി? 500 മൈനസ് 300 വിച്ച് ഇസ് 200 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് നമുക്ക് കിട്ടും. സോ അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഐ ആം അപ്ലൈയിങ് 300 ന്യൂട്ടൺ ഫോഴ്സ് ആൻഡ് ടു ബാലൻസ് ദിസ് വൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിരിക്കണം? 300 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ ആക്ട് ചെയ്യണം. ഫൈൻ, ഇനി നമുക്ക് തേർഡ് കേസിലേക്ക് പോകാം. സോറി, ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബാർ എലിമെന്റ് ദിസ് വൺ. ഓക്കെ, അഗൈൻ ഈ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഓൾറെഡി ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു 300 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് എന്താ വേണ്ടത്? 100 ന്യൂട്ടൺ ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എനിക്ക് ഒരു 100 ന്യൂട്ടൺ ആണ് വേണ്ടത് അല്ലെ. ഈ 300 അപ്ലൈ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എനിക്ക് എന്ത് വേണം? 100 ന്യൂട്ടൺ വേണം അല്ലെ. അപ്പൊ അത് പോസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ആക്ച്വലി 300 ഈ ഒരു ഡയറക്ഷൻ 300 ആയിരുന്നു. അപ്പൊ എനിക്ക് 100 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 300 ന്യൂട്ടൺ എനിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം 100 ചെയ്യാൻ അല്ലെ. ഓൾറെഡി 300 ഇവിടെ ഉണ്ട്, 300 ഉണ്ട്. റൈറ്റ്, സോ ഈ 300 എനിക്ക് അപ്ലൈ ചെയ്യണം, തിരിച്ചൊരു 300 അപ്ലൈ ചെയ്യണം, പ്ലസ് എന്ത് വേണം? 100 വേണം. അപ്പൊ 300 പ്ലസ് 100 which is actually 400 ന്യൂട്ടൺ ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ്. ടു ബാലൻസ് ദിസ് വൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും 400 ന്യൂട്ടൺ ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോ ഈ എൻഡ് ഫോഴ്സ് ഇസ് 400 ന്യൂട്ടൺ which is nothing but the reaction. ഓക്കെ, സോ ഇത്തരം കേസിൽ ചെക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ എത്തുന്ന സമയത്ത് ഇറ്റ് ഷുഡ് മാച്ച് ദ റിയാക്ഷൻ ഫോഴ്സ് which is acting. ഓക്കെ, നൗ സോ ഇത്തരം കേസാണ്. സോ നൗ ദ ടോട്ടൽ ഡീഫോർമേഷൻ ഡെൽറ്റ L is equal to ഇത്രയായി കഴിഞ്ഞാൽ സോ കംപ്ലീറ്റ് ഫോഴ്സസ് ബാലൻസ്ഡ് ആയി. Now using the superposition principle you can find the total deformation which is equal to delta L total is equal to delta L of first one plus delta L of second one plus delta L of third one. Okay, so ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ്? P L1 divided by A1 E1. Okay, so different materials ആണെങ്കിൽ P L1 length of the first one, area of cross section of the first one into Young's modulus of the first one. Okay, plus P1. Okay, so first one P1 ആണ്. P2 L2 divided by A2 E2 plus P3 L3 divided by A3 E3. Okay, so ഇതിലെ P1 എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ ആണ്, P2 എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണ്, P3 എന്ന് പറയുന്നത് 400 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഡിപെൻഡിങ് അപ്പോൾ ഞാൻ ഇവിടെ ലെങ്ത് ഒന്നും കൊടുത്തിട്ടില്ല, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എടുത്തതാണ്. ബാക്കി ലെങ്ത് വാല്യൂസും ഏരിയയും യങ്സ് മോഡുലസ് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഡീഫോർമേഷൻ. ഓക്കെ, സോ ഇത്തരം പ്രോബ്ലത്തിന് ഈ കേസ് 2 ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഓക്കെ, ആൻഡ് യു ക്യാൻ ഡു ദാറ്റ് ഇൻ ദിസ് വേ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. നൗ വിൽ മൂവ് ഓൺ ടു ദ deformation in a composite structure. Okay, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, stresses in composite sections അല്ലെങ്കിൽ stresses in composite bars. ഓക്കെ, ഇപ്പൊ ഈ ഒരു ടോപ്പിക് നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ് ഒരു കോമ്പോസിറ്റ് ബാർ അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പറയാം. സോ കോമ്പോസിറ്റ് ബാർ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു കേസ് 1 ഈ ഒരു ഫിഗർ നമുക്കൊന്ന് റെഫർ ചെയ്ത് നോക്കാം. സോ ഇത് വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ഫിഗർ എന്താണ് ഒരു കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സോറി ഒരു കോമ്പോസിറ്റ് ബാർ എന്താണെന്ന് പറയാം. ഓക്കെ, സോ ആസ് യു ക്യാൻ സീ ഇവിടെ 2 ബാറുകളാണ്, ഒന്ന് സ്റ്റീൽ പിന്നെ ഒന്ന് കോപ്പർ ആണ്.
Okay. പിന്നെ ഇതിൽ കാണുന്ന ഒരു അടുത്തൊരു ഫീച്ചർ എന്താ വെച്ചാൽ രണ്ടിനും സെയിം ലെങ്ത് ആണ്. Right. And it is rigidly fixed. Okay. So in short നമുക്ക് ഇങ്ങനെ പറയാം, a composite bar is a combination of two or more bars. Okay. It's a combination of two or more bars of same length. Okay. And are fixed and both are fixed rigidly with respect to each other. And it behaves as a single unit. Okay, so in the entire system it behaves as a single unit. In other words, when you are applying a load, the deformation for the steel portion will be same as the deformation for the copper. അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽസിനും വരുന്ന deformation എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആസ് സിംഗിൾ യൂണിറ്റ് ആണ് ഇത് ബിഹേവ് ചെയ്യുക. ഓക്കെ, സെയിം ഇസ് ദ കേസ് വിത്ത് ദിസ് വൺ. ഓക്കെ, ഇവിടെ ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ട് മെറ്റീരിയലേ ഉള്ളൂ, പക്ഷെ 3 യൂണിറ്റ് ആയിട്ടാണ്. ഓക്കെ, 2 കോപ്പറും ഒരു സ്റ്റീലും എന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള പേപ്പറിൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്നുള്ള സബ്ജക്റ്റിൽ ബേസിക്കലി ദിസ് സബ്ജക്ട് ഹാസ് 3 പില്ലേഴ്സ്. ഓക്കെ, ഇത് മൊത്തം സബ്ജക്ട് നിൽക്കുന്നത് 3 പില്ലേഴ്സിന്റെ മുകളിലാണ്. ഓക്കെ, and those 3 pillars are, the first one is the equilibrium equation. Okay, for static case force balancing condition ആണ് അതിന്റെ equilibrium condition എന്ന് പറയുന്നത്. The second one is the compactability equations അല്ലെങ്കിൽ compactability relationship എന്ന് പറയുന്നത്. And the third one is the constitutive relationship. Okay, so ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. റൈറ്റ്, അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത കേസുകൾ ഒരു സിമ്പിൾ ബാർ എലമെന്റ് അല്ലെങ്കിൽ കേസ് നമുക്ക് ജസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൊണ്ട് തന്നെ അത്തരം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ കൊണ്ട് മാത്രം ഇത്തരം പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകണം, വിച്ച് ഇസ് യുവർ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ. കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ട്രെയിനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ദ ക്വിക്ക് ലോ. ഓക്കെ, സോ ടു സോൾവ് എ പ്രോബ്ലം നമുക്ക് ഈ 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മൾ പല സ്ഥലങ്ങളിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ കേസ് നോക്കാം, ഇതെങ്ങനെ ഈ 3 കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യാനും ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഇത്തരം ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് സ്ട്രെസ് ആക്ടിംഗ് ഓൺ ദി സ്റ്റീൽ ബാർ എത്രയാണെന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, യു ഹാവ് എ കോമ്പോസിറ്റ് ബാർ വിത്ത് എ സ്റ്റാൻഡേർഡ് ലെങ്ത്. Okay, cross section area will be given and a load, external load is applied. അങ്ങനെയാണെങ്കിൽ the stress acting on steel എത്ര അല്ലെങ്കിൽ stress acting on copper എത്ര എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ find the deformation എന്ന കാര്യങ്ങൾ ചോദിക്കാം. find the deformation of the total bar എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഏത് തരത്തിലുള്ള ചോദ്യമായാലും തന്നെ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, when you are applying an external load P, ഈ സ്റ്റീൽ withstand ചെയ്യുന്ന ലോഡ് എന്ന് വെച്ചാൽ P steel, അതുപോലെ കോപ്പറിൽ ആക്ട് ചെയ്യുന്ന ലോഡ് which is P copper, ഇത് രണ്ടും എത്രയാണെന്നാണ്, ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. even though the force is acting at the center, depending upon the material strength എന്തായിരിക്കും, രണ്ടിന്റെ ഷെയർ ഓഫ് ദ ലോഡ് will be different. ഓക്കെ, സോ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാം. ഓക്കെ, സോ with keeping those in mind, let us find the method for solving this kind of a composite bar problem. Okay, so we'll start with the equilibrium condition. So to solve this one, you will require an equilibrium condition or equilibrium equation. Okay, so equilibrium equation is a force balancing condition. So നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം, external force P ആണ്, that ഈ ഫോഴ്സ് P നെ ബാലൻസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഒന്ന് അല്ലെങ്കിൽ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റീലും ഒരു കോപ്പറും ചേർന്നാണ് അല്ലേ. സോ ദാറ്റ് മീൻസ് your P is equal to P steel plus P copper, and that is your equilibrium equation. Let that be my equation number 1. Okay, the same condition can be applied for this case number 2 also, right? Now ഇവിടെ എന്താ, ഇവിടെ രണ്ട് കോപ്പർ ഉണ്ട്, ഇവിടെ ഒരു കോപ്പർ ഒരു സ്റ്റീൽ ആണ്, ഇവിടെ രണ്ട് കോപ്പർ ഉണ്ട് ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, right? So the total load P എന്ന് പറഞ്ഞ total load നമുക്ക് എന്തൊക്കെയാണ്, രണ്ട് കോപ്പർ ഒരു സ്റ്റീലും ചേർന്നിട്ടാണ് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. Therefore your equilibrium condition for this will be something like this. Equilibrium condition will be something like this. Your P is balanced by P steel plus 2 times P copper. Okay, so let that be my equation number 1. Right, ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ രണ്ട് അൺനോൺ ഉണ്ട്. സ്റ്റീൽ പറയില്ല, കോപ്പർ അറിയില്ല, ഇവിടെ ആയാലും പി സ്റ്റീൽ അറിയില്ല, പി കോപ്പർ അറിയില്ല. റൈറ്റ്,
സോ ഇത്തരം ഒരു സിസ്റ്റം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? രണ്ട് ഇക്വേഷൻ എങ്കിലും വേണം അല്ലെ? രണ്ട് അൺനോണിനെ സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം, റൈറ്റ്? സോ ഫോർ ദാറ്റ് I'm going to the next condition, which is a compactability condition. Okay, compactability condition. Okay, compactability condition or compactability equation. Okay, so as I said, compactability equation എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻഷിപ്പ് ആണ്. Okay, so ഈ കോമ്പോസിറ്റ് ബാറിന്റെ ഡെഫിനിഷനിൽ തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന compactability condition എന്താണ്? വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? Displacement of steel is equal to displacement of copper, right? So നമുക്ക് ആദ്യം ഫസ്റ്റ് കേസിലെ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ എങ്ങനെ വരും എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കേസിലെ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ ഞാൻ ഇവിടെ CC എന്ന് കൊടുക്കുകയാണ്. കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, സോ ആസ് പെർ the definition of a composite bar എന്താണ്? delta L of steel must be equal to delta L of copper, right? As a single unit ആയിട്ടാണ് അത് ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ രണ്ടിന്റെ ഡിഫോർമേഷൻ സെയിം ആയിരിക്കും എന്നാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി നമുക്ക് നേരെ സെക്കൻഡ് കേസിലേക്ക് വരാം. നമുക്ക് ഈ സെക്കൻഡ് കേസിൽ നോക്കുമ്പോൾ എന്താണ്? രണ്ട് കോപ്പർ ഉണ്ട്, ശരി തന്നെ, ഒരു സ്റ്റീലാണ്. പക്ഷെ നമ്മൾ ഡിഫോർമേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റീലിൽ ഉണ്ടാകുന്ന അതേ ഡിഫോർമേഷൻ തന്നെ ആയിരിക്കും കോപ്പറിലും വരിക. അതിപ്പോ രണ്ട് കോപ്പർ ഉണ്ടെങ്കിലും രണ്ടിലും വരുന്നത് ഒരേ ഡിഫോർമേഷൻ ആണ്. സോ യു ക്യാൻ യൂസ് ദ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ, ദ സെയിം കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ which is delta L of steel is equal to delta L of copper. Okay, so for the compactability condition for both the cases are same. Now ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് മതി? നമുക്കറിയാം delta L എന്ന് പറയുന്നതാണ് PL by AE of steel should be equal to PL by AE of copper. Fine. ഇത് സോൾവ് ചെയ്യാൻ ലെങ്ത് തന്നിട്ടുണ്ടാവും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടാവും, യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ will be given. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get a relationship between P steel is equal to something into P copper എന്ന് പറഞ്ഞു കിട്ടും. എന്ന് വെച്ചാൽ you will get a relationship between steel and copper. Okay, രണ്ട് കേസിൽ അത്ര relationship കിട്ടും. You can substitute that in equation 1 in both the cases and you can find the respective load acting, അല്ലെങ്കിൽ the reactive loads acting in steel and copper. ഇത് രണ്ടും കാണാം. അത് കിട്ടി കഴിഞ്ഞാൽ സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ് കാണാം, ഇനി അതല്ല deformation ആണെങ്കിൽ deformation കാണാം. Okay, so this is the method behind solving such a problem. Okay, ഇനി ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു ട്രിക്കി കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില സമയത്ത് നമുക്കൊരു ഹോളോ പൈപ്പ് തരാം. ഒരു ഹോളോ പൈപ്പിന്റെ അകത്ത് ഒരു സോളിഡ് പൈപ്പ് വരുന്ന ഒരു കണ്ടീഷൻ വേണമെങ്കിൽ ചോദിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും ഒരു, ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു പൈപ്പ്, ഇതിന്റെ അകത്ത് ഒരു സോളിഡ് പൈപ്പ് വരുന്ന ഒരു കണ്ടീഷൻ നമുക്ക് വരികയാണെങ്കിൽ ഇത് കാണാൻ ഇതിന്റെ ലെങ്ത് വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് കാണാൻ ഏതാണ്ട് തേർഡ് കേസ് പോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലെ? നമ്മൾ ഇതിന്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഫസ്റ്റ് പോർഷൻ വരിക, ഇതാണ് സെക്കൻഡ് പോർഷൻ വരിക, ഇതാണ് സെൻട്രൽ പോർഷൻ വരിക. ഓക്കെ, പക്ഷെ വളരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെസിഫിക്കലി നോക്കണം വെദർ ഇറ്റ് ഇസ് എ ട്യൂബ് ഓർ സെറ്റ് ഓഫ് ബാർസ് ആണോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യണം. പലപ്പോഴും നമുക്ക് ഡയഗ്രാം ഒന്നും നമ്മുടെ PSC എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് ഡയഗ്രാംസ് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ഇത്തരം സ്റ്റേറ്റ്മെന്റിലൂടെ വേണമെങ്കിൽ ചോദിക്കണം. ഓക്കെ, സോ ഹോളോ പൈപ്പിനകത്ത് സോളിഡ് പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇത് ഈ ഒരു കണ്ടീഷൻ അല്ല, ഇവിടെ രണ്ട് മെറ്റീരിയൽ ഉള്ളൂ. ഇതിനെ this comes under the case 1. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കേസിൽ P steel ടോട്ടൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് ഈ സർക്കുലർ ഹോളോ സർക്കുലർ പൈപ്പും അതുപോലെ സോളിഡ് പൈപ്പുമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹോളോ ബാർ അതുപോലെ സോളിഡ് ബാർ കൂടെയാണ് ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ the total load P will be equal to P steel plus P copper. ഇത് സ്റ്റീലും കോപ്പറും ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരരുത്, അത് മാത്രം ശ്രദ്ധിക്കണം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ലെക്ചർ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തേക്കുള്ള കോണ്ടന്റ് ഇത്ര മാത്രമാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഇന്നത്തെ ലെക്ചർ വീഡിയോയിൽ എല്ലാത്തിന്റെയും മെത്തഡോളജീസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ദ നെക്സ്റ്റ് ലെക്ചർ വീഡിയോ അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഏരിയയിൽ വരാൻ ചാൻസ് ഉള്ള ഡിഫറെന്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വളരെ ക്വിക്കായിട്ട് എങ്ങനെ ഇത്തരം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക, ഏതാണ് എന്റെ മെത്തഡോളജി ക്ലിയർ ആക്കുക, പ്രോബ്ലംസ് നമുക്ക് അതിൽ ചെയ്യാം. അത് കഴിയുമ്പോഴേക്കും ഏതാണ് ഈ ഒരു ഏരിയ വളരെ സിമ്പിൾ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ സിലബസ് നോക്കിയാൽ നമുക്ക് കാണാം ഈ ഒരു ഏരിയയിൽ നമ്മളോട് സിലബസ് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് സിലബസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും മെത്തഡോളജീസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so thank you and you can find the syllabus in the description.
സിലബസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രസന്റ്ലി നമുക്ക് സിലബസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ കഴിഞ്ഞ വർഷത്തെ സിലബസ് ഉണ്ട്, കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് ഉണ്ട്. അപ്പൊ ആ സിലബസ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. യു ക്യാൻ go through the syllabus, okay, and you can see those topics. Okay, so thank you, stay with us, stay with Vadyan Academy.